ഏതോ ഒരുത്തനെ പ്രണയിച്ചു എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ റമദാനിൽ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഏതെങ്കിലും മഞ്ഞമതക്കാരനോട് ഇറങ്ങിപ്പോയതെങ്കിൽ മതസൗഹാർദ്ദം, സ്നേഹം, മാനവികത പൂത്തുലയാൻ വേണ്ടിയിട്ടുള്ള കമന്റ് കൊണ്ട് നിറക്കുക. നേരെ മറിച്ച് ഈ ആളുകളുടെ മതത്തിലൊരു മാറ്റം വന്നാൽ, ഏതെങ്കിലും ഒരു അന്യമതക്കാരി പെൺകുട്ടി ഒരു മുസ്ലിമിനോടൊപ്പം പ്രണയിച്ചോ മറ്റോ ഇറങ്ങിപ്പോന്നാൽ അതോടുകൂടെ ലവ് ജിഹാദ്, ഭീകരത, ഈ ഇരട്ടത്താപ്പ് കാണാതിരിക്കാൻ പറ്റൂലേ? നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പി സി ജോർജിന്റെ 400 പെൺകുട്ടികൾ ആ ഒരു പഞ്ചായത്തിൽ മാത്രം ലവ് ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വർഗീയ പ്രസ്താവന. സ്വന്തം മകന് മരുമകളായി സ്വീകരിച്ചത് പാർവതി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടിനെ അൽഫോൻസ എന്ന് പറഞ്ഞ് മാമോദിഷ മുക്കിയിട്ടാണ്. ഇത് മറന്നു പോവുക, ഇത് മിണ്ടാതിരിക്കുക. ഷോൺ എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം മകന് മരുമകളായിട്ട് കൊണ്ടുവന്നത്, അവന് ഭാര്യയായിട്ട് കൊണ്ടുവന്നത് പാർവതി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടിനെയാണ്. എന്നാൽ പാർവതിയായിട്ട് ജീവിക്കണ്ടോ? ഇല്ല, അൽഫോൻസയാണ്. മാമോദീസ മുക്കിയിട്ട് മതത്തിൽ ചേർത്തു. മത്തായിയുടെ ഒരു പ്രയോഗമാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി നാടുനീളെ ചുറ്റി സഞ്ചരിക്കുന്നു, എന്നാൽ നിങ്ങളെക്കാൾ ഇരട്ടി മരണയോഗ്യരും നരകയോഗ്യരുമാക്കി അവരെ നിങ്ങൾ മാറ്റുന്നു. ഇതാണ് കാലം. തലകുത്തനെ നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാരും പേടിക്കൊന്നും വേണ്ട, വിശ്വാസികളോട് അത് ഓർമ്മപ്പെടുത്താൻ. ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പെണ്ണിനെ ആശയോടുകൂടെ നോക്കാൻ പറ്റൂല, പിന്നെ ഇങ്ങനെ ലൈൻ അടിച്ച് ലവ് അടിച്ച് അവളെ ഇസ്ലാമിൽ കൊണ്ടുവരില്ല. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം മാത്രം മാത്തായ പോരാ, മാർഗം കൂടി മാത്താവണം. 100% പെർഫെക്റ്റ് ആവണം. ഒരു അന്യ പെണ്ണിനെ നോക്കാൻ പാടുണ്ടോ? ഇല്ല. തൊടാൻ പാടുണ്ടോ? ഇല്ല. ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഒന്നിച്ചിരുന്ന് സല്ലപിക്കാൻ പാടുണ്ടോ? പിന്നെ എങ്ങനെ ലവ് ജിഹാദ്? പിന്നെ എങ്ങനെയാണ് ഈ ലവ് ജിഹാദ്? ഇസ്ലാമിൽ ലവ് ഒക്കെ ഉണ്ട്, അത് വിവാഹാനന്തര. അതിന്റെ മുന്നുള്ള ഈ തോണ്ടിക്കളിയൊന്നും ഇസ്ലാമിലില്ല. പിന്നെ അങ്ങനെ ലവ് ജിഹാദ്? അഭിമാന വിധങ്ങളുടെ കാലം മുതൽ ഇതുവരെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ഈ പ്രണയം നടിച്ചിട്ട് ഇസ്ലാമിൽ ആളെ കൂട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും പൂർവികർ? അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഔദ്യോഗിക സംഘടന 100 ചെറുപ്പക്കാരെ വിളിച്ച് പരിശീലനമൊക്കെ കൊടുത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾ ലവ് അടിച്ചാണ്ട് കൊണ്ടുവരികയെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആളെ കൂട്ടേണ്ട ആവശ്യം എന്താണ് ഈ പരിശുദ്ധ ഇസ്ലാമിൽ? സത്യം വ്യക്തമാണ്. ലഹറൽ ഹഖ് വസഹഖൽ ബാത്തിൽ. അസത്യം തകരുക തന്നെ ചെയ്യും, അല്ല തർക്കൊന്നുമില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. നാവ് കൊണ്ടും പേന കൊണ്ടും ലഭ്യമാകുന്ന എല്ലാ സാധ്യതകൾ കൊണ്ടും ഈ വിശുദ്ധമായ പ്രകാശം ഊതിക്കെടുത്താൻ അവർ വിചാരിക്കുന്നു. വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറ. ഈ പ്രകാശം പൂർത്തിയാവാതെ റബ്ബ് താല സമ്മതിക്കൂല എന്ന് ഖുർആന്റെ വാക്കാണ്. ഇത് പൂർത്തിയാവാതെ റബ്ബ് സമ്മതിക്കൂല. പിന്നെ എന്തിനാ ലവ് അടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്? എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ ഒന്നിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു രീതി, ലക്ഷ്യം മാത്രം മനസ്സിൽ മുന്നിൽ വെച്ച് മാർഗം എങ്ങനെ വൃത്തികെട്ടാലും അങ്ങനെ ഒരു പരിപാടിയെ ഇസ്ലാമിലില്ല. അങ്ങനെ ലവ് ജിഹാദ് പറഞ്ഞ പരിപാടി മുസ്ലിമായ ഒരു മനുഷ്യൻ നടത്താനേ പറ്റില്ല. അവൻ നടത്തി തുടങ്ങുമ്പോൾ മുതൽ ഹറാമിലാണ് അവൻ. അങ്ങനെ ഒരു പെൺകുട്ടിനെ ആൺകുട്ടിനെ ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല. ആരും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യരുത്. പിന്നെ പ്രണയം എല്ലാ വകുപ്പിലും നടക്കുന്നുണ്ട്. 53 വയസ്സുള്ള ഒരു വൃദ്ധ അവരുടെ SSLC ഗ്രൂപ്പിന്റെ യോഗത്തുനിന്ന് പഴയകാല അഫയറെ കണ്ടെത്തി അങ്ങനെ ഒളിച്ചോടി പോയത് ഇപ്പൊ അടുത്താണ് തലശ്ശേരിയിൽ. 53 വയസ്സുണ്ട്. 37 കൊല്ലം മുന്നേ നടന്ന SSLC പരീക്ഷ. അന്ന് ഇതേമാതിരി വാട്സപ്പ് ഇൻസ്റ്റർ ഒന്നും ഇല്ലല്ലോ. ഒരു രണ്ടാളും രണ്ടായാണ് പോയി. പിന്നെ കല്യാണമായി, മക്കളായി, പേരക്കുട്ടികളൊക്കെ ആയി. പിന്നെ ആരോ തട്ടിക്കൂട്ടിയിട്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി. വല്ലാത്ത റോയലിച്ചാണ് ഈ ഗ്രൂപ്പ് കേട്ടോ. KG ഗ്രൂപ്പ്, 5ാം ക്ലാസ് ഗ്രൂപ്പ്, 10ാം ക്ലാസ് ഗ്രൂപ്പ്, അയൽവാസി ഗ്രൂപ്പ്, കുടുംബം ഗ്രൂപ്പ്, മൈ ഫാമിലി ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലൊക്കെ പാടൊന്ന് കയറി എന്താണ് പറയണമെന്ന് നോക്കി, ഒരു ദിവസം ക്ലോസ്. പെണ്ണുങ്ങളൊക്കെ കാര്യമായൊരു സംഗതി ഇതാണ്. ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. ഗ്രൂപ്പ് കൊണ്ട് ഗ്രൂപ്പ്. എന്നിട്ട് എന്താ ഗ്രൂപ്പിൽ ചലനമൊന്നും ഇല്ലാത്തൊന്ന് വേറൊരുത്തൻ്റെ വോയിസ് ചലിച്ചുകൊണ്ടിരിക്കണമല്ലോ, അങ്ങനെ പറപറാ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. അങ്ങനെ ഗ്രൂപ്പ് യോഗത്തിനാണ് പിന്നെ കണ്ടെത്തിയത്. അപ്പോഴാണ് മൂപ്പത്തിക്ക് ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വന്നത്. മൂപ്പരിക്കും അന്ന് വലിയ സംവിധാനങ്ങളൊന്നുമില്ല ഇതിന് കൊണ്ടെടുക്കാൻ. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ 10 മണിക്ക് എത്തും, 11 മണിക്ക് എത്തും, ഞാൻ മിസ് അടിക്കാൻ തുറക്കുന്നൊന്നും പറയുന്ന സംവിധാനമല്ലല്ലോ. ചാടിപ്പോയി. എന്തൊരു മാനക്കേട് ആലോചിച്ച് നോക്കി. പേരക്കുട്ടികൾക്ക് ഇനി സ്കൂളിൽ പോകണ്ടേ? എൻ്റെ അമ്മമ്മ വന്നോടൊന്നും ചോദിക്കൂലേ? മക്കൾക്ക് ഇനി ജോലിക്കൊന്നും പോകണ്ടേ? എന്തേ കാര്യം ചോദിക്കൂലേ? എവിടെ പോലെ വൃത്തം കിട്ടിയത് ചോദിക്കൂലേ? പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, തലച്ചോറ് തീരല്ല. അതുകൊണ്ടാണല്ലോ 42 വയസ്സുള്ള ഒരാളോടൊപ്പം ഒരു ചെറിയ പെൺകുട്ടി പോയി അവസാനം ആത്മഹത്യ ചെയ്തതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന കുറേ അനർത്ഥങ്ങൾ. പിന്നെ എല്ലാ നല്ല മനുഷ്യന്മാരും വരെ കണ്ണും ഇവിടെ വേറൊരു സാധനമുണ്ട്. ഈ കുട്ടീൻ്റെ കല്യാണമൊക്കെ ആണെങ്കിൽ ഒപ്പരണ് മാറിക്കും. ആളുകളോടൊക്കെ കയറിയിട്ട് ഇങ്ങനെ ചോറിയിട്ടാ പോയിക്കോളി, നിങ്ങൾ അങ്ങോട്ട് പോരുന്നതാണ്. കാര്യം എന്താ അറിയോ? അവിടെ ഇങ്ങനെ വീഡിയോ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. അവിടെ ഇപ്പം എന്താണ്, അതൊരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് വളരെ നിഷ്കപടമായിട്ട്. വിചാരം ഉണ്ടാവും അനുജനും ഓളും നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. നല്ല ഓളങ്ങനെ വലിയ സിംഹാസനത്തിൽ ഇരുത്തിക്കണം. 2 അപ്പുറം 2 ചെക്കന്മാർ നിൽക്കണം. പിന്നെ സിംഹാസനത്തിന് ആ ഉരുണ്ട സ്ഥാനത്തുമ്പോൾ വേറെ 2 ആൾ കയറി നിൽക്കണം. പുറത്തു കൂടി വേറെ ആൾ. എന്താ സംഭവം? ഓളപ്പം SSLC പഠിച്ചോലാണ്. ഓലപ്പം SSLC പഠിച്ചവരാണ്. ഡിസ്പ്ലേക്ക് വെക്കലാണ്. പിന്നെ ഒരു ദിവസം ഒന്നിച്ച് ഒരു ടീം ഒന്നിച്ച് വന്നിട്ടാണ് പെണ്ണിനങ്ങോട്ട് അലങ്കരിക്കുക.
ഇത് ഒതെടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ സ്വരൂപം ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ആ പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ ആണ് കല്യാണം. അന്ന് സർവ്വ നിസ്കാരവും കലാക്കും, ഉമ്മന്റെ ഇപ്പാന്റെയും സമ്മതത്തോടു കൂടെ. വല്ല വർക്കത്തും കാണും അതിൽ. സർവ്വ നിസ്കാരം കലാക്കും. കാരണം ഇത് അയച്ചൊന്ന് ഒഴിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെ, ചമയാലങ്കാരം അതിനെ പ്രത്യേക ഒരു ടീമാണ്. ഇതൊന്ന് അഴിച്ച് റെഡിയാക്കിയിട്ട് മുപ്പത്തിക്കൊന്ന് കയ്യും കാലം കഴുകി ഒന്നെടുത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ വലിയ പരിപാടിയാണ്, ചില്ലറ പരിപാടിയൊന്നുമല്ല. പിന്നെ പിറ്റേ ദിവസമൊക്കെ അത് വേണ്ടതുമല്ലേ. എന്നിട്ട് സമ്മതത്തോടു കൂടെ മൊത്തം കലാക്കി. പിന്നെ ഡിഗ്രിയിലൊപ്പം പഠിച്ചോ അല്ല ഗ്രൂപ്പിന്റെ ഫോട്ടോ അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നിന്ന് കൈ പിടിച്ച് കറക്കി. എല്ലാ തോന്നിയസത്തിനും കൂട്ടുക, എല്ലാ തോന്നിയസത്തിനും കൂട്ടുക. ആരാ നമ്മളെ പറഞ്ഞു പറ്റിച്ച്? 5-6 ദിവസത്തെ കല്യാണമൊക്കെ, മെഹന്തി കല്യാണം, മഞ്ഞ കല്യാണം, പച്ച കല്യാണം. അന്യദേശത്തേക്ക് സ്റ്റേറ്റിക്കൊക്കെ പോകണം ഡ്രസ്സ് എടുക്കാൻ. കുറച്ചൊന്നും പോരാ, ഡ്രസ്സ് എടുക്കാൻ കാറിലെ ആൾക്കാരും ഡ്രസ്സ് കൊണ്ടുവരാൻ ലോറിയിൽ പിറകെ 2 ആൾക്കാരും പോകണം. എല്ലാവർക്കും യൂണിഫോം ഒരേപോലത്തെ ഡ്രസ് കോഡ്. മഞ്ഞ കല്യാണത്തിന് എല്ലാവർക്കും മഞ്ഞ. താത്താരും തള്ളാരും ചെറിയോരും വലിയോരും കുട്ടികളും ആണുങ്ങളും തന്തമാരും ഒക്കെ മഞ്ഞ. അന്നവിടെ വളമ്പണ വെള്ളം മഞ്ഞ, അന്നവിടെ കുടിക്കണ സ്ട്രോ മഞ്ഞ, ആകെ മൊത്തം ടോട്ടൽ മഞ്ഞ. പിന്നെ പച്ച ചുവപ്പ് എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല. നിസ്കാരം കലാക്കിയിട്ടൊന്നും ഒരു കല്യാണം സമ്മതിച്ചു കൊടുക്കരുത്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, കുറെ കാലം അങ്ങനെ മുസ്ലിമായി നിന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അവസാനം മരിക്കേണ്ടത് മുസ്ലിമായിട്ടാണ്.